സ്വർഗത്തിൽ നിന്നിട്ട് അള്ളാഹു അവനെ അടിയോടിച്ചപ്പോ അവന്റെ വലിയ പദവിയും അവൻ ചെയ്ത ഇബാദത്തുകളും 80,000 കൊല്ലം നടത്തിയ ദർസി സേവനം താലിമികൾ മലക്കുകൾക്ക് ദർശ നടത്തി 80,000 ഒരുപാട് സുജൂദുകൾ അമലുകൾ എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ടവ പൊളിച്ചു അവനെ റജീവാക്കി അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെട്ട ഒരാളാക്കി അവനെ ഇറക്കുമ്പോ അവൻ അള്ളാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് എന്നെ ഈ രൂപത്തിലാക്കിയാല് അള്ളാഹ് നിന്റെ അടിമകളെ ഞാൻ വെറുതെ വിടൂല, ഒരാളെയും സിറാത്തുൽ മുസ്തഖീമിൽ നടക്കാൻ ഞാൻ വിടൂല എന്ന് അള്ളാഹ് ഇബ്ലീസ് പടച്ചവനോട് പറഞ്ഞപ്പോ അള്ളാഹു അവനോട് പറഞ്ഞ വാക്ക് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ കുറച്ച് അടിമകൾ ഉണ്ടാവും ദുനിയാവിൽ. എന്റെ അടിമകൾ, ആ അടിമകളെ തൊട്ടു നോക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയൂല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അവരുടെ പേരിൽ ഭരണം നടത്താനോ അവരെ കൈകാര്യം ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ട് കഴിയൂല അള്ളാഹു പറഞ്ഞു ഇബ്ലീസ്. അപ്പൊ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു എന്റെ അടിമകൾ എന്ന് പറഞ്ഞ ആ അടിമകളുടെ 3 പ്രത്യേകതകൾ. എന്റെ അടിമകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ലിസ്റ്റിൽ ഞങ്ങൾ ഉണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 സ്വഭാവങ്ങളാണ്, 3 പ്രത്യേകതകളാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. ഒന്ന്, എന്റെ അടിമകൾ എന്ന് പറഞ്ഞ ഈ അടിമകൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ എപ്പോഴും ആദ്യമത്തിനെ കുറിച്ച് ഭയപ്പെടുന്നവരായിരിക്കും. ആദ്യമത്ത് അതായത് അവസാന ശ്വാസം എങ്ങനെ ആയിരിക്കും പഠിച്ചോനെ, ഞാൻ ഈമാനോടുകൂടി മരിക്കോ ഈമാനില്ലാതെ ആയിരിക്കോ എന്റെ അവസ്ഥ എന്ന ആ ഒരു വെപ്രാളവും ആ ഒരു പേടിയും എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ഇതാണ് അള്ളാഹുവിന്റെ അടിമകളുടെ ഒന്നാമത്തെ സ്വഭാവം. ചിന്തിച്ചാൽ നമുക്കുണ്ടോ ഇല്ല ആത്മീയത്തിനെ കുറിച്ചുള്ള ഒരു പേടി, ആത്മീയത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലേ എന്ന് നാം ആലോചിച്ചാൽ ഇതിപ്പോ അള്ളാഹു താൻ നമുക്ക് തരുന്ന എല്ലാ ശ്വാസങ്ങളും, ശ്വാസം തരണം, കാറ്റ് വലിക്കുന്നത് ഇറക്കുന്നത് ഇതൊക്കെ എന്താ നമ്മൾ എന്തിനറിയോ, അവസാനത്തെ ശ്വാസം നന്നാക്കാനാണ്. ഈ കിട്ടുന്ന ശ്വാസം കൊണ്ട് ഒരുപാട് നല്ലത് ചെയ്തു വെച്ചാൽ അവസാനത്തെ ശ്വാസം നമുക്ക് നന്നാക്കാൻ കഴിയും, ഈമാനോട് കൂടി മരിക്കാൻ കഴിയും. അഭിമാനങ്ങൾ പറഞ്ഞ വക്കാന ആഖിറു കലാമി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗക്കാരനാണ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും 5 നേരത്തെ നിസ്കാരത്തിൽ ഉപയോഗിക്കമുണ്ടാകുന്നില്ല, ബാക്കി 4 വക്തിലും ഞങ്ങളുടെ اللهم اجعل آخر كلامنا عند الموت قولا. അതെല്ലാവരും വെച്ച് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് توفنا مسلمين والحقنا بالصالحين. നമ്മുടെ അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ, ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചക്ക് പറയുന്ന അസർ അതുപോലെ ജുമാ കഴിഞ്ഞിട്ട് ഒക്കെയും നമ്മൾ ദ്വാരക്കാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. പക്ഷെ ആ ദ്വാ മാത്രമാണോ എപ്പോഴും ആ ചിന്ത നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ശ്വാസങ്ങളൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും. ശ്വാസം എന്ന് പറഞ്ഞാൽ ചിലരല്ലല്ലോ, അത് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വ്യാധി മനസ്സിലാവുന്നത്. ഇത്ര ആളുകളുണ്ട് കൃത്രിമമായി ഓക്സിജൻ വെച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ കാറ്റ് നഷ്ടപ്പെടുമ്പോ കൃത്രിമമായ കാറ്റുകൾ സുബ്ഹാനല്ലാഹ് മണിക്കൂറിന് പൈസയാണ്, ആഴ്ചക്ക് പൈസയാണ്. ആ രൂപത്തിൽ എത്ര മനുഷ്യന്മാരുണ്ട്. അന്നൊരു കൊറോണന്റെ ഒരു അവസാന ഘട്ടം ഉണ്ടായിരുന്നു, ആളുകൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എത്ര ചെറുപ്പക്കാർ ജിമ്മിന് പോകുന്ന ആളുകൾ, നല്ല ഉഷാറായ ചെറുപ്പക്കാർ പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല. എന്തായിരിക്കും സുബ്ഹാനല്ലാഹ് അവസ്ഥ? വലിയ നിയമത്താണെന്നോ ചെയ്തിരുന്ന വലിയ നിയമത്താണ്, നമുക്ക് അതിന്റെ ബോധമില്ല. പക്ഷേ നമുക്കോ ഈ ശ്വാസം കൊണ്ട് അവസാനത്തെ ശ്വാസം നന്നാക്കണമെന്ന് ചിന്തയില്ല. ആരുണ്ട് ഇന്ന് എത്രയോ നമ്മുടെ മജ്‌ലിസ് നടക്കും, സ്വലാത്ത് മജ്‌ലിസ്, വാദിന്റെ സദസ്സ്, എല്ലാം ദ്വാരക്കാൻ വേണ്ടി കുറെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലൊക്കെ എന്താ ഉള്ളത്? രോഗാണ് ശരിയാവാൻ വേണ്ടി ദ്വാരം, കടണ്ട് തീരാൻ വേണ്ടി ദ്വാരം, വീടാവാൻ വേണ്ടി ദ്വാരം, മോൾക്ക് മക്കളില്ല മക്കളാവാൻ വേണ്ടി ദ്വാരം. എത്ര കത്താണ് അതിലേതെങ്കിലും ഒരു കത്ത് ആ ദൈവത്തിൽ നന്നായി മരിക്കാൻ വേണ്ടി ദ്വാരക്കണോ എന്നൊരു വസീയത്തുള്ള ഒരു കത്ത് മോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നമ്മുടെ നമ്മുടെ ദ്വാരവസീയത്ത്. നാം ദ്വാരക്കുന്ന പൈസ പഠിച്ചോനെ, ആരോഗ്യം ആഫിയത്ത് മക്കളെ വീട് എന്നാൽ ഇതൊക്കെയും വഹിച്ചിട്ട് ഞാൻ അള്ളാഹുവിന്റെ ലോകത്തിലേക്ക് പോകുമ്പോ അള്ളാഹുവിനെ ആദ്യമത്തോട് എന്നെ ആദ്യമത്ത് നന്നായി മരിപ്പിക്കണേ എന്നൊരു വസീയത്ത് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ആ ഈമാനോട് മരിക്കുന്ന ഓവർ കോൺഫിഡൻസ് പറയുന്നത് അതല്ല അവസാനം ശരിയാവും, ഓക്കെയാവും. കോൺഫിഡൻസ് വേണ്ടെന്നല്ല, അത് ഓവറാവാൻ പാടില്ല, ഓവറായിട്ട് 2 പാടില്ല. അഭിമാനങ്ങൾ പറഞ്ഞെന്താ മുഅ്മിൻ എന്ന് പറഞ്ഞാല് ആഗ്രഹവും വേണം, പേടിയും വേണം. അതിന്റെ ഇടയിലാണ് മുഅ്മിൻ വേണ്ടത്. ഫുള്ള് പേടിച്ചിട്ട് ഞാൻ ഇതല്ല ഇപ്പൊ ഞാൻ ഇത്ര കള്ളനെ വിളിച്ചിട്ട് ഞാൻ ഇത്ര തെറ്റ് ചെയ്തില്ല, ഞാൻ നന്നാകൂല, അത് പാടില്ല. അങ്ങനെ ചെയ്യുന്നേ പാടില്ല. ഓരോ ഞാൻ രക്ഷപ്പെടും, അത് പാടില്ല. രണ്ടിന്റെ ഇടയിൽ വേണം മുഅ്മിൻ. പറയും ഈ ലോകത്ത് ഏറ്റവും കൂടുതലായി ആത്മീയത്തോട് കരഞ്ഞ ആളുകളാണ്. ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ ആളുകളിൽ ഏറ്റവും അധികം
ആദ്യമത്തോർത്ത് ചിന്തിച്ച് കരഞ്ഞു പോയ ആളുകളായിരുന്നു. ഒരു 10 ആളുകൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ സ്വർഗത്തിന്റെ താക്കോല് കൊടുത്തു. താക്കോല് നമ്മുടെ പള്ളിയുടെ താക്കോല് സ്വർഗം കൊണ്ടുള്ള വിശാലം. നീ സ്വർഗത്തില 10 ആളുകളെ കുറിച്ച്, അവരെ കുറിച്ച് എപ്പോഴും നമുക്ക് പറയാം അവർ സ്വർഗത്തില. അല്ലെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ബഹുമാനങ്ങൾ, അലിയാദങ്ങൾ, സാധനങ്ങൾ, അഭിയുപകരണങ്ങൾ, അങ്ങനെ 10 ആളുകൾ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത. അല്ലെ നമ്മൾ സ്വർഗത്തിലാണ് ആര് പറഞ്ഞു? ഹബീബായ തങ്ങൾ പറഞ്ഞു. അത് കളവോ ഇല്ല, ഉറപ്പാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ആദ്യമത്തോർത്ത് കരഞ്ഞ മനുഷ്യനല്ല. റസൂലുള്ളാഹി ഇത്തരം ഗ്യാരണ്ടി കൊടുത്തിട്ട് പോലും സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുപോയി. പഠിച്ചവനെ ഞാൻ മരിക്കും, എങ്ങനെ മരിച്ചു? ഈമാനോട് മരിക്കോ, ഈമാൻ സലാമത്തായി ഞാൻ മരിക്കോ എന്ന് ചിന്തിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ കഴിഞ്ഞ ആളുണ്ട്. നമുക്ക് ചേർത്ത് പറിച്ച് ഞങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്. എന്റെ ഒരു ഓക്കെ വിസ ശരിയായി, പാസ്സായി വന്നെങ്കിൽ നോ പ്രോബ്ലം എന്നാണ് ഞങ്ങളുടെ മനസ്സ്. എന്തുണ്ട്? ഒന്നുമില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിനും ധൈര്യത്തോടെ സദസ്സിന്റെ പണിയുണ്ട്. ഒറ്റയ്ക്ക് നെഞ്ഞിനെ യോജിച്ചിട്ട് എന്റെ നിസ്കാരം അള്ളാഹ് കബൂലാക്കിയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റിയ ഒരാൾ സദസ്സിലുണ്ട്. എന്റെ നിസ്കാരം ഇങ്ങനെ നേർച്ച പൂർത്തിയാക്കുന്നത് ചെയ്യണോ? ചെയ്തിട്ട് കാര്യങ്ങൾ ഒരു ടെൻഷനോ എന്നെക്കാണ്ട് ഒരു വെള്ളണോ എന്തോ പറയാൻ പറ്റില്ല. നമ്മുടെ നിസ്കാരം എന്താണ്? നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ കല്യാണികളെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും. നമ്മുടെ നിസ്കാരം പറ്റൂല. നമ്മുടെ നിസ്കാരങ്ങളും കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ ഉണ്ടായാൽ ഇങ്ങനെ പോകുന്നല്ലാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ നിസ്കരിച്ചവരാരുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ ഈമാൻ വർദ്ധിച്ച ആളുകൾ ആരുണ്ട്? പക്ഷെ അവരൊക്കെയും കരഞ്ഞു. എന്ത് ആൻസറാ? പഠിച്ചവരെ എന്റെ ആത്മീയത്തിന് എന്തായി? ഉസ്മാനങ്ങൾ പറഞ്ഞത് ഞാൻ പഠിച്ചവരെ ഇവിടെ പശുക്കൾ ചത്തുപോകാറുണ്ട്, ആടുകൾ ചത്തുപോകാറുണ്ട്, നായകൾ ചത്തുപോകാറുണ്ട്. എന്നാൽ ചത്തുപോയാലോ അത് ഒക്കെ പിന്നെ മണ്ണായി പോയി. അല്ലെ മുഖന്റെ ചോദ്യമില്ല, നക്കീറിന്റെ ചോദ്യമില്ല, അമരിക്ക ഇസാമില്ല. അതുപോലെ ഉസ്മാനാകുന്ന ഞാൻ മരിച്ചു പോയാലും എന്നെ അതുപോലെ നീ ചെയ്യണേ അല്ലാ. രണ്ടാമത് നിന്റെ അക്ഷരയിലേക്ക് എന്നെ നീ വിളിച്ചു കൊണ്ടുവരണ്ടേ അല്ലാ. ഞാൻ മരിച്ചാൽ എന്നെ രണ്ടാമത് നീ കൊണ്ടുവരണ്ടേ അല്ലാ. പുനർജീവിപ്പിക്കല്ലേ പഠിച്ചവനെ. കാരണം നിന്റെ കോടതി, നിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ പതറിപ്പോകും, പേടിച്ചു പോകും. അനമാൻ ഒമ്പകാരനായി മരിച്ച മഹാന, ഒമ്പകാരനായി എങ്ങനെ ദുർബാരോതുമ്പോ ഷഹീദായി മരിച്ചു പോയ മഹാനാണ്. തലേ ദിവസം മഹാനായ നുമാനുവിന്റെ അഫ്സാനങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബ് എന്നെ വിളിക്കുന്നുണ്ട്, ആരെ നോമ്പ് നോക്കാൻ ഹബീബിന്റെ അടുത്ത് എത്താനാണ് വാക്കുകൾ മുൻകൂട്ടി പറഞ്ഞ മഹാനാണ്. എന്നിട്ട് ഓരോർക്ക് പേടിയാണ് അവർക്ക്. അത്തരത്തോളം ആത്മീയത്തിനെ കുറിച്ചുള്ള പേടി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം പറഞ്ഞു, മുഫസ്സിറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വഭാവം അതാണ്. ഇത് ആത്മീയത്തിനെ കുറിച്ചുള്ള പേടി. അതുണ്ടായാൽ മനുഷ്യൻ ഓട്ടോമാറ്റിക്കായി നന്നാവും. നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നന്നാവാനുള്ള താല്പര്യമില്ല. എപ്പോഴോ പലരും കണക്ക് കുടിച്ച് ഇപ്പൊ 2025 ഒരു 55 60 മരിക്കുന്നതാണ് നമ്മുടെ ചിന്ത. 25 പോകും എന്ന് നമുക്കുണ്ടാവും. ഈ കൊല്ലം മാറുവിന്റെ ഫസ്റ്റ് മാറവിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ആരെങ്കിലും വിചാരിച്ചോ മഹാനായ പൂർത്തങ്ങൾ മരിച്ചു? ആദ്യത്തെ മാറവിന്റെ 1ാമത്തെ തിങ്കളാഴ്ച ദിവസം എത്ര പണ്ഡിതന്മാർ മരിച്ചു. എന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ, സുഹൃത്ത്, ചങ്ക, എന്റെ എല്ലാമായിരുന്നു. എപ്പോഴും എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും. അബ്ദുറഹ്മാൻ അഫ്സരി എന്ന് പറയും നമ്മുടെ ഒരു കൂട്ടുകാരൻ. ചെറിയ 4 മക്കൾ മാറവിന്റെ 18ാമത്തെ ദിവസത്തിൽ മരിച്ചു. ആരെങ്കിലും കരുതിയോ കഴിഞ്ഞ റമദാനിലുള്ള ആളുകൾ അടുത്ത റമദാനിൽ ഉണ്ടാവുമെന്നല്ലേ പ്രതീക്ഷ? ഞാൻ മരിച്ചുപോയ നായിബ് ഫൈസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഹൈദരാബാദിൽ പട്ടിക്കാട്ടിൽ സനത് കൊടുക്കുമ്പോ ആ കുട്ടിയുടെ സനത് വാങ്ങിയതായ ആ നായിബ് ഫൈസിയുടെ പിതാവ് സദസ് മുഴുവൻ കരഞ്ഞുപോയി. മോന്റെ സനത്, മോന് പഠിച്ച അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ഉപ്പയാണ്. എന്തൊരവസ്ഥയാ? ആര് കരുതി? നമ്മുടെ മനസ്സിലുള്ള വിചാരം എങ്ങനെയാണ്? 25 50 വരെ ഉണ്ടാവും, 65 മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, 25 തീരുന്നത് വരെ ഉണ്ടാവോ ഇല്ല എന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഞങ്ങൾ അങ്ങനെ വരുന്നു. അത് എന്തുകൊണ്ടാണ്? ആത്മീയത്തിനെ കുറിച്ചുള്ള പ്രാണങ്ങളും പേടിയും നഷ്ടപ്പെട്ടതുകൊണ്ട്. അതുകൊണ്ടോ ഉണ്ടെങ്കിൽ നീ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അടിമകളുടെ ലിസ്റ്റിൽ പെടും എന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ആത്മീയത്തിനെ നന്നാക്കി തരണേ. ആത്മീയത്തെ നന്നാക്കി തരണേ. എപ്പോഴാണ് നമ്മുടെ മരണം? എവിടെ മരിക്കും? എങ്ങനെ മരിക്കും? ഒരു വിവരവും സാധുക്കളായി നമ്മുടെ മുന്നിലില്ല. എല്ലാം അറിയുന്ന വന്നതിയാണ്. എത്ര നമ്മുടെ കുടുംബങ്ങൾ മരിച്ചു, എത്ര ഉറ്റവരും ഉടയവരും നമ്മുടെ കുടുംബ വീട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ, ഒന്നിച്ച് നിസ്കരിച്ചവർ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ, ഒന്നിച്ച് കിടന്നുറങ്ങിയവർ, ഒന്നിച്ച് യാത്ര പോയവർ, പടച്ചോനെ ഇത്തരത്തിൽ ആളുകൾ വിചാരിക്കാതെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ
അല്ലാഹ്. അതുപോലെ ഞങ്ങളും എപ്പോ പോകുമെന്ന് പറയാൻ പറ്റൂല. ആ പോകുന്ന നീ വിളിക്കുന്ന ദിവസം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് കൈവെക്കുന്ന ദിവസം യാ അല്ലാഹ് നമ്മുടെ ആഖിറത്ത് നന്നാക്കി തരണേ റബ്ബേ. നമ്മുടെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന മരണം തരണേ അല്ലാഹ്. പടച്ചോനെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധത്തോടെ അല്ലാഹ് എന്ന് വിളിച്ച് ഈമാനോട് നിന്റെ റഹ്മത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു പോയാൽ നമ്മുടെ മരണ വാർത്തകൾ ആളുകൾ ഇവിടെ പലത്തും നമ്മുടെ ഫോട്ടോസുകളും അതുപോലെ നമുക്ക് വേണ്ടിയുള്ള ദുആയും എന്നിട്ട് നമുക്ക് നമ്മെ കുറിച്ച് പറയും ഇന്നാള് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് കടന്നുപോയി. ആ പറച്ചൽ പറച്ചലാക്കാതെ റഹ്മത്തിലേക്ക് തന്നെ നമ്മുടെ യാത്ര നീ ആക്കി തരണേ അല്ലാഹ്. അതല്ലാതെ അദാബിലേക്ക് ആക്കല്ലേ റബ്ബേ, അദാബിലേക്ക് ആക്കല്ലേ അല്ലാഹ്, ഫിത്നയിലേക്ക് ആക്കല്ലേ റബ്ബേ. നിന്റെ പ്രത്യേകമായ റഹ്മത്തുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിക്കുന്നതും പള്ളിയിൽ വരുന്നതും പോകുന്നതും ഇബാദത്ത് ചെയ്യുന്നതും അമൽ ചെയ്യുന്നതും ദിക്ർ ചൊല്ലുന്നതും പടച്ചോനെ ആത്മബന്ധമല്ലാകണമെന്ന ചിന്തയിലൂടെയാണല്ലോ. അതില്ലെങ്കിൽ എന്ത് നഷ്ടമാണ് പടച്ചോനെ. ഇവിടെ 60 കൊല്ലം, ഇവിടെ 40 കൊല്ലം, അല്ലെങ്കിൽ 50 കൊല്ലം ജീവിച്ചാൽ ഇവിടത്തെ കടകളിലും, എന്നാൽ മരിച്ചാൽ പിന്നെ തീരാത്ത ലോകമാണല്ലോ അവിടെ. അവരിൽ എത്ര കാലം കിടക്കണം, എപ്പോ കിടന്നവർ ഇന്നും കിടപ്പുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാൾ അറിയില്ല. ഖിയാമത്ത് നാൾ വന്നാലോ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലം, 1000 കൊല്ലം, 500 കൊല്ലത്തിന് സമാനമാകുന്ന ദിവസങ്ങളാണ്. പടച്ചോനെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഇവിടെ ആഖിബത്ത് നന്നായാൽ അവിടെ എല്ലാം സലാമത്താകും. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. നമ്മുടെ യാത്ര നിന്റെ റഹ്മത്തിലേക്ക് തന്നെ ആക്കി തരണേ റഹ്മാനെ. അതിനു വേണ്ടി ഒരുങ്ങാനും അമൽ ചെയ്യാനും അത്ഭുതം നന്നാക്കാൻ ജീവിതം നന്നാക്കാൻ ഞങ്ങൾക്ക് ഈ ശ്വാസങ്ങൾ ഉപകരിക്കുന്ന ശ്വാസങ്ങളാക്കി തരണേ റബ്ബേ. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ഹലാലായ മുറാദുകൾ പറഞ്ഞ് ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾ നിന്റെ സമയമാകുമ്പോൾ സലാമത്തുള്ള പ്രസവം നൽകണേ അല്ലാഹ്. ഗൾഫിലും മറ്റുമുള്ള പ്രവാസികൾ അവർ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും വേദാലുകളിലും അകപ്പെടുമ്പോൾ അവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ട മദത് നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നമുക്ക് വേണ്ട സഹായങ്ങളും നീ ചെയ്തു തരണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹ്, എത്ര ആളുകൾ മരിച്ചുപോയി പടച്ചോനെ, അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നമ്മുടെ സ്വാലിഹിന്റെ പിതാവ് മരിച്ചുപോയി. കഴിഞ്ഞ ഇന്നത്തെ ദിവസം എന്ന് ഓർക്കുന്നു നമ്മുടെ കീഴ്ച്ചാന്റെ ഒരു പെരുമ മരിച്ചുപോയി. സുഹറ എന്ന പേരുള്ള അങ്ങനെ ഒരുപാട് ഉമ്മമാരും, സുഹറ എന്ന പേരുള്ളവർ, ഐഷ എന്ന പേരുള്ളവർ, പടച്ചോനെ സഈദ എന്ന പേരുള്ളവർ, മുഹമ്മദ് എന്ന പേരുള്ളവർ, യാ അല്ലാഹ് ഹംസ എന്ന പേരുള്ളവർ, അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.